ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് ജനിച്ച സമയം അറിയാത്തത് കൊണ്ട് പേരും ജനിച്ച ദിവസവും പറഞ്ഞു കൊടുത്ത് ജോർജിനെ കൊണ്ട് ഒരു നല്ല ജാതകം എഴുതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സുധീഷും ഹരീഷും. ഒരു നുണ ജാതകം എഴുതി തരാൻ വയ്യാന്ന ജോർജൻ പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഹലോ വാശിയാണോ? നിങ്ങൾ എന്തെഴുതിയാലും അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ജോലി കഴിയുമ്പോൾ ചോദിക്കുന്ന കാശ് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ കുഴപ്പം? നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഇതുപോലെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ജീവിതത്തിൽ സംഭവിക്കുകയൊന്നുമില്ലല്ലോ. വരുന്ന ആളുകളോട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒരു സങ്കടമുള്ള സംഭവം നടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള സംഭവം നടന്നിട്ടുണ്ടെന്നോ നിങ്ങൾ അവരോട് പറയും, അവരതിൽ വീഴും. കാരണം എന്താ, ഇവിടെ വരുന്ന എല്ലാവരും സാധാരണ മനുഷ്യരായിരിക്കും. അവർക്ക് എന്തായാലും ഒരു സങ്കടം എല്ലാ മാസവും ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച അതങ്ങ് ഉണ്ടാക്കും. അതല്ലേ ഏർപ്പാട്. നിങ്ങൾ വലിയ സത്യവും ധർമ്മവും ഒന്നും നോക്കണ്ട. ജാതകം എഴുതുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഭാഷയില്ലേ, ആ ഭാഷയിലെങ്കിൽ എഴുതി തന്നാ മതിയെന്നേ. ആ ജാതകം കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ജാതകമാണെന്ന് തോന്നണം. ധനയോഗം, മാലയോഗം, രാജയോഗം തുടങ്ങി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ യോഗങ്ങളുണ്ടോ അതൊക്കെ അതിൽ വേണം. അപ്പൊ ജോർസിയൻ പറയുകയാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ, അങ്ങനെ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ജോർസിയ, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ എഴുതി തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണിയെടുത്ത് ജീവിക്കൂല. താനൊരു കള്ളനാണെന്നും തട്ടിപ്പുകാരനാണെന്നും ഞാൻ ഈ നാട് മുഴുവൻ പറഞ്ഞു വരുത്തും. അറിയാലോ, ഈ മേഖലയിലെ ഒരുപാട് തട്ടിപ്പുകാരുള്ളത് കൊണ്ട് അത് വിശ്വസിക്കാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഈ ബോർഡും വെച്ച് കാശുണ്ടാക്കാൻ പറ്റില്ല. അത് വേണമെന്നാ നന്നായിട്ട് ആലോചിക്കുക. അപ്പൊ ഹരീഷ് പറയണ, സുധീഷേട്ട എന്താ ഇത്? സ്വാമി, കല്യാണം നടക്കാത്തതിന്റെ വിഷമത്തില് സുധീഷേട്ടൻ അതിരുവിട്ട് സംസാരിച്ചു പോയതാ. ഞങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ജാതകമാണ്. അത് സ്വാമി എഴുതി തരണം പ്ലീസ്. അതിനുള്ള കാശ് ഞാൻ തരാം പ്ലീസ്. സുധീഷ് ചോദിക്കുന്നു, ഇതിലിപ്പോ എന്താ ഇത്രമാത്രം ആലോചിക്കാനുള്ളത്? അങ്ങനെ സുധീഷിന്റെയും ഹരീഷിന്റെയും വാക്കുകൾ കേട്ട് ജോർജൻ ഒരു ജാതകം എഴുതി കൊടുക്കുകയാണ്. തുടർന്ന് ആ ജാതകം വാങ്ങിച്ച സുധീഷ് ചോദിക്കുന്നു, ഈ ജാതകം ഏത് പെണ്ണിന്റെ ജാതകം വെച്ച് നോക്കിയാലും ചേരില്ലേ? ചേരുവെന്ന് ജോർജൻ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സുഭാഷേട്ടന് നല്ലൊരു ഭാവിയുണ്ട്. ധനയോഗം, മാലയോഗം, അങ്ങനെ എല്ലാ യോഗങ്ങളും ഉണ്ടല്ലോ. ഉണ്ടെന്ന് ജോർജിയൻ പറയുമ്പോൾ ജോർജിന് കാശ് കൊടുത്ത് അവിടെ ഒന്ന് പോവുകയാണ് സുധീഷും ഹരീഷും. പുറത്തേക്ക് ഇറങ്ങുന്ന സുധീഷ് പറയുകയാണ്, ഈ ജാതകം വെച്ച് സുഭാഷേട്ടന്റെ കല്യാണം നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെയും നീതുവിന്റെയും കല്യാണം. ഇപ്പൊ തന്നെ ഹണിമൂൺ എങ്ങോട്ടാ പോകുന്നതെന്ന് ആലോചിച്ചു വെച്ചോ. തുടർന്ന് നിധിയും സുധീഷും നികേഷും എല്ലാം വീട് വൃത്തിയാക്കുകയാണ്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടന് പെണ്ണിന്റെ വീട്ടുകാരി വരുന്ന കാര്യം അറിയില്ലല്ലോ? അപ്പൊ നിധി പറയുകയാണ്, ഇല്ല, നമ്മൾ പെട്ടെന്ന് ഈ കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെടുമോന്ന് അറിയില്ല. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി, സുഭാഷേട്ടൻ വരുമ്പോൾ ഏട്ടത്തി തന്നെ പറഞ്ഞാൽ മതി. ഏട്ടത്തി പറഞ്ഞാൽ സുഭാഷേട്ടൻ ദേഷ്യപ്പെടില്ല. സുധീഷ് മനസ്സിൽ പറയണ, അതെ അതെ, അനിയത്തി എന്ന് പറഞ്ഞാലും ചേട്ടന് ദേഷ്യം വരില്ലല്ലോ. അപ്പൊ നിധി പറയുന്നു, എങ്ങനെയെങ്കിലും സുഭാഷേട്ടന്റെ കല്യാണം നടക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, അതെങ്ങനെ? വരുന്നവർക്ക് ഈ വീടും സുഭാഷേട്ടനെ ഒക്കെ ഇഷ്ടപ്പെടണ്ടേ? സുഭാഷേട്ടന് അവരെയും ആ പെൺകുട്ടിയും ഒക്കെ ഇഷ്ടപ്പെടണമല്ലോ. അപ്പൊ നിധി പറയണ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെ നിധിയും നികേഷും കസേരയൊക്കെ നേരെ ഇടുകയാണ്. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷും സുഭാഷും. സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, എന്താടാ കാര്യം? ആ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ ഹരീഷ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ചോദിച്ചിട്ടൊന്നും പറയാത്തത്? അങ്ങനെ അകത്തേക്ക് കയറി വന്ന സുഭാഷ് ചോദിക്കുന്നു, നിധി മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിധി പറയണ, ഒരു പ്രശ്നമില്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നേ? അപ്പൊ സുഭാഷ് പറയാണ്, ഇവ സൈറ്റിലേക്ക് വന്ന് അർജന്റ് ആയിട്ട് വരണമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞായിരുന്നു എന്ന് നിധി പതിയെ ഹരീഷിനോട് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുകയാണ് ഹരീഷ്. സുഭാഷിയുടെ ഇരിക്കുന്ന പറഞ്ഞ് സുധീഷ് സുഭാഷിനെ കസേരയിലേക്ക് പിടിച്ചെടുത്തുകയാണ്. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ കാര്യം, ഒന്ന് പറ. നിധി പറയാൻ സുധീഷ് പറയുമ്പോൾ ടെൻഷനോടുകൂടി നിധി പറയുകയാണ്, ഇല്ല, ഞാൻ അങ്ങനെ പറയുക. എടാ നികേഷേ, നീയെങ്കിലും ഒന്ന് പറയുന്ന സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ തന്നെ പറയാം സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടന് വേണ്ടി ഒരു പെണ്ണ് കണ്ടിട്ടുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, പെണ്ണ് കണ്ടിട്ടുണ്ടെന്നോ? എടാ, ഇത്രയും തിരക്കിട്ട പണി നടക്കുമ്പോൾ പെണ്ണ് കാണാനാണോ നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നേ? അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ, നമ്മള് പെണ്ണിന്റെ വീട്ടിലേക്കൊന്നും പോകണ്ട. പെണ്ണ് വീട്ടുകാരെ ഇങ്ങോട്ട് വരുവാ. സുഭാഷ് ചോദിക്കുന്നു, പെണ്ണിവിടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നോ? അപ്പൊ നിധി പറയുകയാണ്, പെണ്ണ് വരുന്നില്ല, പെണ്ണിന്റെ വീട്ടുകാർ മാത്രമേ വരുന്നുള്ളൂ. അവര് വന്ന് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ പോയി പെണ്ണിനെ കാണാം. നമ്മളും നന്നായി അന്വേഷിച്ചിട്ട് പെണ്ണ് കാണാൻ പോവുകയുള്ളൂ. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്, നീയും ഇവരുടെ കൂടെ ചേർന്നോ? അപ്പൊ നിധി പറയുകയാണ്, അതല്ല സുഭാഷ് ഏട്ടാ, ഈ പെണ്ണ് കാണലിന് ഞാൻ ഈ ആലോചന കൊണ്ടുവന്നത്. അവര് വന്ന് കണ്ടിട്ട് പൊയ്ക്കോളും. സുഭാഷ് ഏട്ടൻ ഈ വീട്ടിലുണ്ടായ മാത്രം മതി. സുഭാഷ് ചോദിക്കുന്നു, ഇല്ല മോളെ, ഇപ്പൊ എന്തിനാ? അപ്പൊ നിധി പറയണ, പ്ലീസ് സുഭാഷ് ഏട്ടാ, അവര് വന്ന് ഈ വീടൊക്കെ കണ്ട് സുഭാഷ് ഏട്ടനോട് 4 വാക്ക് സംസാരിച്ചിട്ട് ചായ കുടിച്ചു പോകും, അത്രേ ഉള്ളൂ. ഇത് കേട്ട് സുഭാഷ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ നികേഷ് പറയണ, അത്രേ ഉള്ളൂ. സുഭാഷ് ഏട്ടൻ ഓക്കെ പറഞ്ഞല്ലോ, ഞാൻ സുഭാഷ് ഏട്ടനെ മേക്കപ്പ് ഒക്കെ ഇടിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാം. ആ സുഭാഷ് ഏട്ടാ. അവിടെ എഴുന്നേറ്റ് സുഭാഷ് പറയുന്നു, എടാ നികേഷ്, അതൊന്നും വേണ്ട. അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ, മുഖത്ത് കുറച്ച് പൗഡറെങ്കിലും ഇടാം. സുഭാഷ് ഏട്ടൻ പെണ്ണ് കാണാൻ പോകാൻ വേണ്ടി മേടിച്ച മേക്കപ്പ് ഐറ്റംസ് ഒന്നും തീർന്നിട്ടില്ല, ലൈറ്റ് ആയിട്ടെങ്കിലും മേക്കപ്പ് ഇടാം വാ. അപ്പൊ ഹരീഷ് പറയണ, നികേഷ്, ഇത്തവണയായിരിക്കും സുഭാഷ് ഏട്ടൻ അവസാനമായിട്ട് മേക്കപ്പ് ഇടുന്നത്. ഈ കല്യാണം എന്തായാലും നടക്കും. എടാ ഹരീഷ്
നികേഷെന്ന് സുഭാഷ് വിളിക്കുമ്പോൾ സുധീഷ് പറയണ എടാ നികേഷ് നീ പോയി സുഭാഷ് ഏട്ടനെ മേക്കപ്പ് പിടിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വാടാ. ഇങ്ങനെ സംസാരിച്ചു തന്നാൽ സമയം പോകത്തേ ഉള്ളൂ. ആ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷ് സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം പാട്ടും പാടി ഭാസ്കരൻ അവിടേക്ക് വരികയാണ്. അരികിലേക്ക് വന്ന നിധി പറയുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് കുറച്ചു സമയം കഴിയുമ്പോൾ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. അതിനെന്ത് വേണമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയണ നിധി ഇയാളോടൊന്നും പറയണ്ട. ഇയാൾ ഇവിടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നിധി പറയണ സുധീഷ് ഞാനൊന്ന് പറയട്ടെ. പെണ്ണിന്റെ വീട്ടിൽ നിന്നും സുഭാഷ് ഏട്ടനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഭാസ്കരൻ ചോദിക്കാണ് സാധാരണ നമ്മളാണല്ലോ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി ചായ ഒക്കെ കുടിച്ച് പെണ്ണിനെയൊക്കെ കണ്ടുവരുന്നേ. ഇതിപ്പോ പുതിയതാണോ? പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെറുക്കനെ കാണാൻ വരുന്നു. അപ്പൊ നിധി പറയുകയാണ് അവർക്ക് ഈ വീടൊക്കെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അച്ഛൻ പുറത്തെങ്ങും പോകാതെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണേ. എപ്പോഴാ വരുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയണ അവരെത്താറായി. ഇത് കേട്ട് സുധീഷ് പറയണ അവര് നല്ല നേരം നോക്കിയൊക്കെ വരികയുള്ളെന്ന്. ഭാസ്കരൻ ചോദിക്കാണ് അവസാന നിമിഷത്തിലെ എന്റെ അടുത്ത് വന്ന് പറയത്തുള്ളൂ, നേരത്തെ എന്നെ അറിയിക്കണ്ടേ? ഇത് കേട്ട് ഹരീഷ് ചോദിക്കാണ് ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളല്ലേ? അതിനുള്ള താല്പര്യമില്ല ഗഡ്സും ഇല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യണം. എന്നിട്ട് കുറച്ചു നേരം വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ സമ്മതം വാങ്ങണം. നിങ്ങൾ ഉണ്ടാകണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ വരുന്നവര് ചോദിക്കുമല്ലോ അതുകൊണ്ടാ. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നു ഓ അങ്ങനെയാണോ? ഈ വീട്ടില് അച്ഛനില്ലെന്ന് പറഞ്ഞാ പോരെ? അത് പറയാൻ വയ്യല്ലേ? നോക്ക് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവേ. അപ്പൊ നിധി പറയുന്നു ചുമ്മാ വിരട്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പൊ ഭാസ്കരൻ പറയുന്നു ഓക്കെ മാഡം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകും. അത്രയല്ലേ ഉള്ളൂ, താങ്ക് യു. ഇത് കേട്ട് സുധീഷും ഹരീഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ്. ഭാസ്കരൻ ഹോളിലേക്ക് ഇരിക്കുന്നു. ഈ സമയം സുഭാഷിനെയും കൂടി അവിടേക്ക് വരികയാണ് നികേഷ്. സുഭാഷിന്റെ ഡ്രസ്സ് കണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പെണ്ണിന്റെ വീട്ടുകാർ. സുധീഷ് പറയുന്നു അതെ അതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കാം. ശരിയെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് സുധീഷ് പറയുന്നു നിധി അവര് വന്നെന്ന്. അപ്പൊ നിധി പറയണ അതെയോ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ പിന്നാലെ പോവുകയാണ് സുഭാഷ്. തടകൊണ്ട് സുധീഷ് ചോദിക്കുന്നു സുഭാഷ് ചേട്ടൻ എങ്ങോട്ടേക്ക് പോകുന്നേ? സുഭാഷ് ചേട്ടൻ ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. സ്കൂട്ടറിൽ അവിടേക്ക് വന്ന ദാസപ്പൻ പറയുന്നു പെണ്ണിന്റെ വീട്ടുകാർ വന്നു. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാറിലേക്ക് നോക്കുകയാണ്. നിധി ചോദിക്കുന്നു ഇവരെന്താ പുറത്തേക്ക് ഇറങ്ങാത്തെ? അപ്പൊ സുധീഷ് പറയണ ഒരു മിനിറ്റ് ഞാൻ പോയി ചോദിക്കാം. അങ്ങനെ കാറിന്റെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു സർ നമസ്കാരം. അവർ നമസ്കാരം പറയുമ്പോൾ സുധീഷ് പറയണ വാ അകത്തേക്ക് വാ. അപ്പൊ പെണ്ണിന്റെ അച്ഛൻ പറയണ സമയമായില്ല, ഒരു 10 മിനിറ്റും കൂടി കഴിയട്ടെ, അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങും, അപ്പോഴാ നല്ല സമയം. ശരിയെന്ന് പറഞ്ഞ് ദാസപ്പന്റെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു എന്താ ഇത്? അപ്പൊ ദാസപ്പൻ പറയണ അവർക്ക് ഈ നല്ല നേരത്തിലും ജാതകത്തിലും ഒക്കെ കുറച്ച് വിശ്വാസം കൂടുതലാ. അപ്പൊ സുധീഷ് പറയണ അതിനാണോ വീടിന്റെ മുന്നിൽ വന്നിട്ടും കാറിൽ തന്നെ ഇരിക്കുന്നേ? അപ്പൊ ദാസപ്പൻ പറയണ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ? കുറച്ചേരം വെയിറ്റ് ചെയ്യേ. അരികിലേക്ക് വന്ന് സുധീഷിനോട് നിധി ചോദിക്കുന്നു എന്താ സുധീഷ്? അപ്പൊ സുധീഷ് പറയണ അവര് നല്ല നേരം ഒക്കെ നോക്കിയ കാറിൽ നിന്ന് ഇറങ്ങുന്നു, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാ. തുടർന്ന് അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് നിധിയും സുധീഷും ഹരീഷും നികേഷും. ഭാസ്കരൻ പറയുന്നു നമസ്കാരം വായിരിക്കും. എല്ലാവരും അവിടേക്ക് ഇരിക്കുകയാണ്. പെണ്ണിന്റെ അച്ഛൻ പറയുന്നു വീട് കണ്ടിട്ട് പഴയ കാലത്തെ വീട് പോലെയുണ്ട്. നിധി ചായയും പലഹാരങ്ങളും അവിടേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. പെണ്ണിന്റെ അമ്മ ചോദിക്കുന്നു ഇതാണോ പയ്യൻ? അപ്പൊ സുധീഷ് പറയണ അതെ സുഭാഷ് നമസ്കാരം പറയുകയാണ്. പെണ്ണിന്റെ അച്ഛൻ പറയുന്നു സുഭാഷിനെ കുറിച്ച് അനുജനും ഭാര്യയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരേ ഒരു മകളാ, ബികോം വരെ പഠിച്ചിട്ടുണ്ട്, ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. അവള് ഇപ്പം ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, നന്നായി പഠിപ്പിച്ചു. ഇനി നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം. ജാതക പൊരുത്തം നോക്കാതെ കല്യാണം കഴിക്കുന്നത് ശരിയാകില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ജാതകം നോക്കിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എത്ര നല്ല കുടുംബമാണെങ്കിലും ജാതക ചേർച്ച ഇല്ലെങ്കിൽ പിന്നെ ആ ആലോചനയുമായി ഞങ്ങൾ മുന്നോട്ട് പോകില്ല. ചെറുക്കന്റെയും പെണ്ണിന്റെയും ജാതകം ചേരുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പിന്നെ കൂടുതലായിട്ടൊന്നും നോക്കില്ല. ഇത് ഞങ്ങളുടെ കുടുംബ ജോത്സ്യരാ, ഇദ്ദേഹത്തോട് ചോദിച്ച് ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കും? അതാ കൈയോടെ കൂട്ടിക്കൊണ്ടു വന്നത്. ജോത്സ്യൻ പറയുന്നു വീടിന്റെ വാസ്തുവൊക്കെ ശരിയായിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം വീടല്ലേ ഇത്? അപ്പൊ സുധീഷ് പറയുന്നു അതെ അതെ സ്വന്തം വീടാ. ജോത്സ്യൻ ചോദിക്കുന്നു പയ്യന്റെ ജാതകം ഒന്ന് എടുത്തോണ്ട് വരുമോ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ സുധീഷ് ജാതകം കൊണ്ട് കൊടുക്കുകയാണ്. ജോത്സ്യൻ ജാതകം നോക്കുമ്പോൾ പെണ്ണിന്റെ അച്ഛൻ പറയുന്നു ജാതകത്തിൽ പൊരുത്തമുണ്ടോന്ന് നോക്കാം, അതിനുശേഷം ബാക്കി കാര്യം സംസാരിക്കാം. അപ്പൊ സുധീഷ് പറയണ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ജാതകം വേണോന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് കൊണ്ടു തരാമായിരുന്നു. ജാതകത്തിന് വേണ്ടി എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്, അതും ഇത്രയും ദൂരം? കുടുംബ ജോത്സ്യരൊക്കെ കൂട്ടിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. പുഞ്ചിരിച്ച് പെണ്ണിന്റെ അച്ഛൻ പറയണ എന്റെ മകൾ ജീവിക്കേണ്ട വീടല്ലേ, വീട് എങ്ങനെയുണ്ട്, വാസ്തു ശരിയാണോ, വീടിന്റെ ദിശ ശരിയാണോ, ഇതൊക്കെ നേരിൽ വന്ന് കണ്ടാലല്ലേ അറിയാൻ പറ്റും. ഇതെല്ലാം ശരിയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ജാതക പൊരുത്തം നോക്കൂ. ജോത്സ്യൻ ജാതകം നോക്കുമ്പോൾ ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് നിധിയും സുധീഷും. തുടർന്ന് ജോത്സ്യൻ പറയുന്നു ഈ ജാതകം ശരിയല്ല, ജാതകം ഇപ്പോഴെഴുതിപ്പിച്ചതാണോ? നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. നമ്മുടെ പെണ്ണിന്റെ രാശിക്ക് ഈ ജാതകം ശരിയാകില്ല, നമ്മുടെ മോൾക്ക് മാത്രമല്ല ഈ ജാതകം ഒരു പെണ്ണിന്റെ ജാതകവുമായും ചേരില്ല. സുധീഷ് പതിയെ ഹരീഷിനോട് പറയുന്നു അയാളോട് നല്ല രീതിയിൽ എഴുതി തരണമെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഹരീഷ് ചോദിക്കണ സുധീഷേട്ടൻ വരട്ടിയത് കൊണ്ട് അയാളോട് തെറ്റായിട്ട് എഴുതി തന്നതാണോ? ഉടനെ എന്റെ തലയിൽ വെച്ചോളാൻ സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണ സുധീഷേട്ടൻ വരട്ടിയായിരുന്നല്ലോ. അപ്പൊ സുധീഷ് പറയണ ഒരു ജാതകം എഴുതുന്നതിന് അയാൾ എന്തൊക്കെ സീനാ ഉണ്ടാക്കിയ? ഭാസ്കരൻ ചോദിക്കണ
പറയണ, എടാ ഇങ്ങനെയാണോടാ ജാതകം എഴുതിപ്പിക്കുന്നത്? പണ്ടൊക്കെ എന്ത് ഭംഗിയായിട്ടാ ജാതകം എഴുതിയിരുന്നെന്നറിയോ? ഇപ്പൊ ആർക്കെങ്കിലും ജാതകം എഴുതാൻ അറിയോ? എല്ലാം കമ്പ്യൂട്ടർ ജാതകമല്ലേ. ഞാനൊരു പ്രശസ്തനായ ജോത്സ്യനെ കൊണ്ട് എന്റെ മകന്റെ ജാതകം എഴുതിപ്പിച്ചായിരുന്നു. ഇത് കേട്ട് കണ്ണു തള്ളി ഇരിക്കുകയാണ് നിധിയും സുധീഷും ഹരീഷും നികേഷും എല്ലാം. സുഭാഷും വിശ്വസിക്കാനാകാതെ ഇരിക്കുന്നു. ഭാസ്കരൻ പറയുന്നു, അയാൾ അക്കാലത്ത് 100 രൂപ മേടിച്ചാണ് ജാതകം എഴുതിയത്. എന്റെ മകന്റെ ജാതകം ഞാൻ അവിടെ നിന്ന് എഴുതിപ്പിച്ചോണ്ട് വന്നതാ. ഇവരെന്നോട് ജാതകം ചോദിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മ വന്നില്ല. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ ഭാസ്കരൻ ജാതകം എടുക്കാനായി പോകുമ്പോൾ സുധീഷ് പതിയെ നിധിയോട് പറയുകയാണ്, നിധി ഇതിപ്പം പുതിയ കഥയാണല്ലോ. നമ്മള് ചോദിച്ചിട്ടൊന്നും ജാതകം ഇല്ലെന്നല്ലേ അയാള് പറഞ്ഞേ. ഇപ്പത്തെ ജാതകം എടുക്കാൻ പോകുന്നു. അപ്പൊ നിധി പറയണ, അതെ എനിക്ക് മനസ്സിലാകാത്തെ. തുടർന്ന് ഭാസ്കരൻ ജാതകം എടുത്തുകൊണ്ട് അവിടേക്ക് വരുമ്പോൾ നിധി പതിയെ പറയണ, ജാതകം ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഭാസ്കരൻ പറയണ, ജാതകം ഉണ്ടോന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ. അപ്പൊ നിധി പറയണ, ജാതകം എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഭാസ്കരൻ പറയണ, ജാതകം എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു, പക്ഷെ ജാതകം ഉണ്ടോന്ന് ചോദിച്ചില്ലല്ലോ. നിധി പറയണ, സുഭാഷേട്ടൻ ജനിച്ച സമയം ചോദിച്ചായിരുന്നല്ലോ. അപ്പൊ ഭാസ്കരൻ പറയണ, ജനിച്ച സമയം ചോദിച്ചു, പക്ഷെ ജാതകം ഉണ്ടോന്ന് ചോദിച്ചോ? ഇത് കേട്ട് സുധീഷ് പറയണ, നിങ്ങളോട് ചോദിച്ചതല്ലേ ജാതകം ഉണ്ടോന്ന്, അപ്പൊ നിങ്ങൾ കളിയാക്കുകയല്ലായിരുന്നോ? ഭാസ്കരൻ ചോദിക്കുന്നു, ഇപ്പൊ ഞാൻ എന്ത് വേണം? ജാതകം കൊടുക്കണോ വേണ്ടയോ? സുധീഷ് പുഞ്ചിരിച്ച് ഭാസ്കരന്റെ കയ്യിൽ നിന്നും ജാതകം വാങ്ങി അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഒറിജിനൽ ജാതകം നോക്കി ജോത്സ്യൻ പറയുന്നു, ഇത് ശരിയാകില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ ജോത്സ്യൻ പറയണ, നമുക്ക് വേറെ വീട് നോക്കാം. ഈ ജാതകം നമ്മുടെ മകൾക്ക് ചേരില്ല. ടെൻഷനോട് കൂടി നികേഷി ചോദിക്കണ, ഹരീഷേട്ടാ എന്താ ഒറിജിനൽ ജാതകം നോക്കി ഇങ്ങനെ പറയുന്നേ? അപ്പൊ ഹരീഷ് പറയണ, എനിക്കറിയില്ലടാ. പെണ്ണിന്റെ അച്ഛൻ പറയുന്നു, ഞങ്ങൾ ഈ ജോത്സ്യൻ പറയുന്ന വാക്കിന് മറുവാക്ക് പറയാറില്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നിധി പറയണ, ഇത് നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. ജാതകം ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങള് കൊണ്ടു തരുമായിരുന്നല്ലോ. നിങ്ങൾ നോക്കിയിട്ട് ഇതാണ് കാര്യമെന്ന് ഫോണിൽ കൂടെ പറയായിരുന്നല്ലോ. അപ്പൊ പെണ്ണിന്റെ അമ്മ പറയണ, നേരിൽ വന്നതുകൊണ്ടല്ലേ ഒറിജിനൽ ജാതകം കിട്ടിയത്. അതുമാത്രമല്ല ജോത്സ്യൻ വീടിന്റെ വാസ്തുവും ദിശയൊക്കെ നേരിൽ വന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സുധീഷ് ചോദിക്കുന്നു, ഈ 2 ജാതകവും പെണ്ണിന്റെ ജാതകവുമായി ചേരുന്നില്ലേ? ജോത്സ്യൻ പറയുന്നു, 2 ജാതകവും ചേരില്ല. അതുമാത്രമല്ല പയ്യന്റെ ജാതകം ശരിയല്ല. ഈ ജാതകത്തിന് ശാപമുണ്ട്, പെൺദോഷമുണ്ട്. ഈ ജാതകക്കാരനുള്ള വീട്ടില് ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റില്ല. അധികകാലം ഒരു പെണ്ണും ഈ വീട്ടിൽ താമസിക്കില്ല. ഇത് കേട്ട് ദാസപ്പൻ ചോദിക്കുന്നു, ഓ അതുകൊണ്ടാണോ സുഭാഷിന് കൊണ്ടുവരുന്ന ആലോചനകളൊന്നും നടക്കാത്തത്? അപ്പൊ ജോത്സ്യൻ പറയുകയാണ്, ഇയാളുടെ കല്യാണം നടക്കാൻ ഒരു സാധ്യതയില്ല. ഈ ജാതകക്കാരൻ താമസിക്കുന്ന വീട്ടില് ഇയാൾക്ക് മാത്രമല്ല ഇയാളുടെ കൂടെപ്പിറപ്പുകൾക്കും കല്യാണം നടക്കില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ഭാസ്കരൻ മനസ്സിൽ പറയണ, അപ്പോ എന്റെ ഭാര്യ കൂടെ ഇല്ലാത്തതിന് കാരണം ഞാനല്ല, ഇവനാണല്ലേ, ഇവന്റെ ജാതകമാ. അപ്പൊ സുധീഷ് പറയണ, വെറുതെ ഓരോന്ന് പറയല്ലേ, എന്റെ കല്യാണം കഴിഞ്ഞതാ, എന്റെ വൈഫ് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. അപ്പൊ ജോത്സ്യൻ പറയണ, ഈ ജാതകത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇയാള് താമസിക്കുന്ന ഈ വീട്ടില് ഒരു പെണ്ണിന് അധികകാലം ജീവിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ചാലോ ആ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഈ ജാതകക്കാരൻ ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. അതുമാത്രമല്ല ഈ ജാതകത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ എന്തെങ്കിലും നല്ലത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ജാതകക്കാരൻ ഈ വീട്ടിലുണ്ടെങ്കിൽ ആർക്കും നല്ലത് നടക്കില്ല. ഇത് ഈ ജാതകത്തിന്റെ ശാപമാണ്. ഇത് കേട്ട് തകർന്നിരിക്കുകയാണ് സുഭാഷ്. ജോത്സ്യൻ പറയുന്നു, നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും പറയില്ലായിരുന്നു. പെണ്ണിന്റെ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഈ ബന്ധം ശരിയാകില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഇത്രയും കാലവും ഇവന്റെ കല്യാണം നടക്കാത്തതിന് കാരണം ഇവൻ തന്നെയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് ഇവന്റെ ജാതകമാണെന്ന്. ഒറിജിനൽ ജാതകം ശരിയല്ല, കാശ് കൊടുത്ത് എഴുതി മേടിച്ചോണ്ട് വന്നതല്ലേ. ആ ജാതകമെങ്കിലും നന്നായിട്ട് എഴുതിക്കൂടായിരുന്നു. ഒരു കാര്യവും നന്നായി ചെയ്യാൻ അറിയില്ല, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. മാറി നിൽക്കെന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. സുധീഷ് പറയുന്നു, അയാൾക്ക് വട്ടാണെന്നാ തോന്നുന്നേ. സുഭാഷേട്ടാ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് പോവാ, ഇതൊന്നും സുഭാഷേട്ടൻ സീരിയസ് ആയി എടുക്കരുത്. അരികിലേക്ക് വന്ന് നിധി പറയുന്നു, സുഭാഷേട്ടാ ദയവ് ചെയ്ത് ഇതൊന്നും വലിയൊരു കാര്യമായി കാണരുത്. ഇവർ ഇത്രയ്ക്ക് ലൂസാണെന്നോ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിരുന്ന് ജാതകം നോക്കുമെന്നോ ഞാൻ അറിഞ്ഞില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇവരോട് ഇങ്ങോട്ട് വരാൻ പോലും പറയില്ലായിരുന്നു. പെണ്ണിന്റെ വീട്ടുകാര് പയ്യനെ കാണാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ നല്ല ആൾക്കാരായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ, പക്ഷെ അവരിങ്ങനെ ചെയ്യുമെന്നാ ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല. അപ്പൊ ഹരീഷ് പറയണ, എന്ത് ശാപം? ഏട്ടത്തി ഈ വീട്ടിൽ താമസിക്കുന്നത് അവര് കണ്ണുകൊണ്ട് കണ്ടില്ലേ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ അത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? സുഭാഷേട്ടാ അവരെന്തെങ്കിലും പറയട്ടെ, സുഭാഷേട്ടൻ അതൊന്നും സീരിയസ് ആയി എടുക്കരുത്. അതൊരു കുടുംബമാണോ? ഭാഗ്യത്തിനാ അങ്ങനെ ഒരു കുടുംബത്തിൽ പോയി പെടാഞ്ഞത്. സുഭാഷേട്ടനെ ഞങ്ങളാ വിഷമിപ്പിച്ചേ, സോറി സുഭാഷേട്ടാ. അങ്ങനെ സുധീഷ് സുഭാഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ കൈ പിടിച്ചു മാറ്റി വളരെ വിഷമത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ് സുഭാഷ്. നിധി പറയണ, നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി, അവരെന്തിനാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ ചോദിക്കേണ്ടതായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, ഇയാൾ ഇങ്ങനെ ഒരു ജോത്സ്യനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ എങ്ങനെ അറിയാനാ? നല്ല നേരം നോക്കിയേ കാറിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ പുറത്തിരുന്നില്ലേ? അപ്പൊ തന്നെ നിങ്ങൾ ഇനി അകത്തേക്ക് കയറണ്ട, പൊക്കിയോടാൻ പറഞ്ഞു വിടേണ്ടതായിരുന്നു. നികേഷ് പറയണ, സുഭാഷന് നല്ല വിഷമമായി, മുഖം കണ്ടാൽ അറിയാം. അപ്പൊ സുധീഷ് പറയണ, അതൊന്നും ഇല്ലടാ, സുഭാഷനെ പറ്റി നമുക്ക് അറിയാത്തതാണ്, കുറച്ചുനേരം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അങ്ങനെ എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ റൂമിലേക്ക് വന്നിരുന്ന സുഭാഷ് ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് പൊട്ടിക്കരയുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്